ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ ജീവിതം ലാസ്റ്റ് 1 ഇയറായി എന്തേലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതോ നിങ്ങൾ മുമ്പ് ഏത് സ്ഥിതിയിലായിരുന്നോ അതേ സ്ഥിതിയിൽ തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത്? സ്ട്രഗിൾ, അതേ സ്ട്രഗിൾ നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇനി ഞാൻ മാറും, ഇനി ഞാൻ ഡിസിപ്ലിൻ ആകും. പക്ഷേ ഒരു കാര്യം സത്യമായി പറയൂ, എന്തുകൊണ്ട് നമ്മൾ ഇന്നും അന്നും ഒരേപോലെ? വൈ ആർ യു സ്റ്റിൽ ദ സെയിം? നമ്മളെല്ലാവരും ചേഞ്ച് ആഗ്രഹിക്കുന്നു, പക്ഷേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിൽ ഫെയിൽ ആകുന്നു. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവേത് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഫെയിൽ ആകുന്നത് എന്തുകൊണ്ട്? പ്ലാൻ ഒരുപാടുണ്ടാകും, പക്ഷെ ആക്ഷൻ ഇല്ല. മോട്ടിവേഷൻ ഉണ്ടാകും, പക്ഷെ കൺസിസ്റ്റൻസി ഇല്ല. ഡ്രീം ഉണ്ടാകും, പക്ഷെ ഡിസിപ്ലിൻ ഇല്ല. നമ്മൾ നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുന്നു. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ പോസ്റ്റ്പോൺ ചെയ്യുന്നു. നമ്മൾ മാറാത്തതിൻ്റെ കാരണം ചേഞ്ച് വേണ്ടാത്തതല്ല കൊണ്ടല്ല, നമുക്ക് കംഫർട്ട് സോൺ വിടാനുള്ള മടി കൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് അവിടെ തന്നെ നമ്മൾ കംഫർട്ടായി ഇരിക്കുന്നു. പക്ഷേ കംഫർട്ട് സോൺ വിടാൻ ഭയമുള്ളത് കൊണ്ടല്ല, നമ്മൾ നാളെ മുതൽ എന്ന് പറഞ്ഞ് ലൈഫ് ഡിലേ ചെയ്ത് വെക്കുന്നു. എന്താണ് ഈ കംഫർട്ട് സോൺ? നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് ഫെമിലർ ആണ്, അതുകൊണ്ട് നീ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. അൺനോൺ ഫിയറിനേക്കാൾ നല്ലത് നോൺ പെയിൻ സേഫായി നമുക്ക് തോന്നുന്നു. ഒരു നിമിഷം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇന്ന് നമ്മൾ മാറ്റം വരുത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് മാറ്റം വരുത്തുക? എപ്പോഴും സെയിം ജോബ്, സെയിം സ്ട്രെസ്, സെയിം തോട്ട്സ്, സെയിം നെഗറ്റീവ് തോട്ട്സ്, സെയിം റിഗ്രറ്റ്സ്. നമ്മൾ ഒരിക്കൽ പോലും സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് നമ്മൾ പിന്നെ എത്തില്ല. നമ്മുടെ സ്വപ്നം എപ്പോഴും സ്വപ്നമായിട്ട് തന്നെ തുടങ്ങും. ഇത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചേഞ്ച് എന്നത് ഒരു ഡെസിഷൻ അല്ല, അത് കുഞ്ഞു സ്റ്റെപ്സാണ്. നമ്മൾ ചെറിയ സ്റ്റെപ്സ് ലൈഫിൽ എടുക്കുക. രാവിലെ 10 മിനിറ്റ് ഒന്ന് നേരത്തെ എണീക്കുക. നെഗറ്റീവ് തോട്ട്സിനെ ജസ്റ്റ് റീപ്ലേസ് ചെയ്യുക. നമ്മുടെ സെൽഫ് ടോക്ക് പറ്റാവുന്ന രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക. ഡെയിലി ചെറിയ മാറ്റങ്ങൾ ലൈഫ് ചേഞ്ചിങ് റിസൾട്ട് തരുന്നു. ഇപ്പോൾ നിങ്ങൾ ചെറിയൊരു എക്സസൈസ് ചെയ്ത് കണ്ണുകൾ ജസ്റ്റ് ഒന്ന് അടക്കുക. ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് എടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ, നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ കാണുക. നല്ല കോൺഫിഡൻ്റ് ആയ, നല്ല ഹാപ്പിയായ, നല്ല സക്സസ്ഫുൾ ആയ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, ആ പേഴ്സൺ ഇന്ന് എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരു ആക്ഷൻ മാത്രം എടുക്കുക. എന്നിട്ട് ഇന്ന് തന്നെ അത് ചെയ്യാൻ കമ്മിറ്റ് ചെയ്യൂ. നമ്മളൊരു കാര്യം ചെയ്യാൻ പെർഫെക്റ്റ് ആവേണ്ടതില്ല, പക്ഷേ നമ്മൾ അത് ഇന്ന് തന്നെ ചെയ്യണം. നമുക്ക് പ്രോഗ്രസ് വേണമെങ്കിൽ നമ്മൾ ഡിലേ ചെയ്യാതെ ഇന്ന് തന്നെ ചെയ്യണം. കൺസിസ്റ്റൻസി ഈസ് ദി സീക്രട്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ഥിരതയോടെ ചെയ്താൽ ഉറപ്പായി നമ്മൾക്ക് റിസൾട്ട് ഉറപ്പായി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കൊക്കെ നമ്മൾ നാളെ എന്ന് പറഞ്ഞ് നീട്ടി വയ്ക്കും, പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. പെർഫെക്ഷനാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെയും ഡിലേ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം. കുഞ്ഞു ആക്ഷൻസ് എടുത്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ വലിയ സക്സസ് നമ്മളെ തേടി വരും. അപ്പോൾ നമ്മൾ 1 വർഷം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച്.